ഹായ്, ഞാൻ അംബിക. കിച്ചൺ ഡേറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ട്രഡീഷണൽ ലഡ്ഡു ആണ്. നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാവുന്ന ഒരു മധുര പലഹാരമാണിത്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറന്നേക്കല്ലേ. കൂടാതെ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് ലഡ്ഡുവിന് വേണ്ട ചേരുവകൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ലഡ്ഡുവിന് വേണ്ട ചേരുവകൾ: കടലമാവ് 100 ഗ്രാം, പഞ്ചസാര 250 ഗ്രാം, നെയ്യ് 50 ഗ്രാം, വെളിച്ചെണ്ണ 500 ml, കശുവണ്ടി 15 എണ്ണം, കിസ്മിസ് 50 ഗ്രാം, ഗ്രാമ്പൂ 5 എണ്ണം, ഏലക്ക 10 എണ്ണം. നമുക്ക് ലഡ്ഡുവിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കടലമാവ്, പഞ്ചസാര, നെയ്യ്, വെളിച്ചെണ്ണ, കാഷ്യൂ, കിസ്മിസ്, ഗ്രാമ്പൂ, ഏലക്ക. ആദ്യമായി ലഡ്ഡുവിന് വേണ്ട ബൂന്തി ഉണ്ടാക്കുവാനായി നമുക്ക് കടലമാവ് ഒരു പാത്രത്തിലെടുത്ത് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായി കട്ടയില്ലാതെ ഈ കാണുന്ന പരുവത്തിൽ കുഴച്ചെടുക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലവണ്ണം തിളപ്പിക്കാം. ഇനി നമുക്ക് കലക്കി വച്ചിരിക്കുന്ന കടലമാവ് കണ്ണാപ്പയിലൂടെ ഒഴിച്ച് ഇതുപോലെ കയ്യിലുകൊണ്ട് പരത്തി തിളച്ച എണ്ണയിലേക്ക് ഇടാം. വെളിച്ചെണ്ണയ്ക്ക് പകരം ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ നെയ്യോ ഉപയോഗിച്ചാലും മതി. വെളിച്ചെണ്ണ കൊണ്ടുണ്ടാക്കിയ ലഡ്ഡു കുറച്ച് ദിവസം മാത്രമേ കേടുവരാതെ ഇരിക്കുകയുള്ളൂ. എന്നാൽ റിഫൈൻഡ് ഓയിലോ നെയ്യോ ഉപയോഗിച്ചാൽ കൂടുതൽ ദിവസം ഇരിക്കും. ഇങ്ങനെ ഓയിലിൽ അധികം ക്രഞ്ചി ആവാതെ മൂപ്പിച്ചെടുത്ത ബൂന്തി ഒരു പാത്രത്തിലേക്ക് നമുക്ക് കോരിയെടുക്കാം. അതിനുശേഷം ചീനച്ചട്ടിയിൽ നെയ്യ് ഒഴിച്ച് കാഷ്യൂവും കിസ്മിസും നമുക്ക് വറുത്തെടുക്കാം. ഇതിനിടയ്ക്ക് ഏലക്കായും ഗ്രാമ്പൂവും കുറച്ച് പഞ്ചസാര ചേർത്ത് മിക്സിയിൽ പൊടിച്ച് വയ്ക്കാം. പിന്നീട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് തിളപ്പിച്ചതിന് ശേഷം പഞ്ചസാര അതിലിട്ട് നന്നായി പാവ് കാച്ചിയെടുക്കാം. ഇത് കയ്യിലൊട്ടുന്ന പരുവമാവുന്നതിന് മുമ്പ് അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കാം. അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ബൂന്തി ചേർത്ത് കൊടുക്കാം. കൂടാതെ വറുത്ത് വച്ചിരിക്കുന്ന കാഷ്യൂ, കിസ്മിസ്, പൊടിച്ചു വച്ചിരിക്കുന്ന ഗ്രാമ്പൂ, ഏലക്കായും ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ചെറു ചൂടോടെ ഉരുളകളായി ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലഡ്ഡു റെഡിയായി. ഈ ലഡ്ഡുവിൽ ഒരു കളറും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കല്ലേ. മറ്റൊരു വിഭവവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.